ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് റീകോമ്പിനൻ്റ് DNA ടെക്നോളജിയുടെ ടൂൾസിനെ കുറിച്ചിട്ടായി. 5 ടൂൾസ് ഉണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ? ഏതൊക്കെയായിരുന്നു ഓർക്കുന്നില്ലേ? റെസ്ട്രിക്ഷൻ എൻസൈംസ്, ക്ലോണിംഗ് വെക്ടേഴ്സ്, കോമ്പിറ്റൻറ്റ് ഹോസ്റ്റ്, DNA ലിഗേസ് എൻസൈം ആൻഡ് ഓൾസോ DNA പോളിമറേസ് എൻസൈം. ഇത്രയും ടൂൾസാണ് റീകോമ്പിനൻ്റ് DNA ടെക്നോളജിക്ക് ഉള്ളത്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈംസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു അല്ലേ? എന്താണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്നും അതുപോലെ റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ നെയിമിങ് എങ്ങനെയാണെന്നുള്ളതും അതുപോലെ റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ ആക്ഷൻ എങ്ങനെയാണെന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് അനദർ ടൂൾ ഓഫ് റീകോമ്പിനൻ്റ് DNA ടെക്നോളജി, ദാറ്റ് ഈസ് ക്ലോണിംഗ് വെക്ടേഴ്സ്. സോ ക്ലോണിംഗ് വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ദേ ആർ വെഹിക്കിൾസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ജീൻ ഫ്രം വൺ ഓർഗാനിസം ടു അനദർ ഓർഗാനിസം. അപ്പോൾ ക്ലോണിംഗ് വെക്ടർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ DNA മോളിക്യൂൾ ദാറ്റ് ക്യാൻ ക്യാരി ഫോറിൻ DNA സെഗ്മെൻറ്റ് ആൻഡ് റിപ്ലിക്കേറ്റ് ഇൻസൈഡ് ദ ഹോസ്റ്റ് സെൽ. അതെന്താണ്? ഒരു DNA മോളിക്യൂളാണ്. ഫോറിൻ DNA ക്യാരി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു DNA മോളിക്യൂൾ. ആൻഡ് ഇറ്റ് ഹാസ് ദ കപ്പാസിറ്റി ടു റിപ്ലിക്കേറ്റ് ഇൻസൈഡ് ദ ഹോസ്റ്റ് സെൽ. അതിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ് ഹോസ്റ്റ് സെല്ലിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയുള്ള DNA മോളിക്യൂളാണെന്ത്? ക്ലോണിംഗ് വെക്ടർ എന്ന് പറയുന്നത്. ക്ലോണിംഗ് വെക്ടേഴ്സിന് എക്സാമ്പിൾസാണ് പ്ലാസ്മിഡ്സ്, ബാക്ടീരിയോഫേജസ്, റിട്രോ വൈറസസ്. ഇതൊക്കെ എന്താണ്? ദേ ആർ എക്സാമ്പിൾസ് ഫോർ ക്ലോണിംഗ് വെക്ടേഴ്സ്. മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ക്ലോണിംഗ് വെക്ടർ പ്ലാസ്മിഡ്സ് ആണ്. ഇനി പ്ലാസ്മിഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ് ഫസ്റ്റ് ഇയറിൽ. പ്ലാസ്മിഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ദേ ആർ ഓട്ടോണോമസ്ലി റിപ്ലിക്കേറ്റിംഗ് എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലാർ DNA പ്രസൻറ്റ് ഇൻ ബാക്ടീരിയ. ബാക്ടീരിയയിൽ കാണുന്ന സർക്കുലാർ ഷേപ്പിലുള്ള സ്വയം റിപ്ലിക്കേഷന് കപ്പാസിറ്റിയുള്ള DNA ആണെന്ത്? പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. ഇനി ചില ബാക്ടീരിയയിൽ പ്ലാസ്മിഡ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 1 അല്ലെങ്കിൽ 2 ആവും. അപ്പോൾ ആ ബാക്ടീരിയയിൽ പ്ലാസ്മിഡ്സ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കോപ്പി നമ്പർ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ചില പ്ലാസ്മിഡ്സിന് എന്തുണ്ടാവും? ദേ ഹാവ് 15 to 100 കോപ്പീസ് പെർ സെൽ. അപ്പോൾ അതിൻ്റെ കോപ്പി നമ്പർ എന്ന് പറയുന്നത് എത്രയാവും? ഇറ്റ് ഇസ് 15 to 100. അതുപോലെ ബാക്ടീരിയോഫേജസ് എന്ന് പറയുമ്പോൾ എന്താണ്? ദേ ആർ വൈറസ് ദാറ്റ് ഇൻഫെക്റ്റ് ബാക്ടീരിയ. ബാക്ടീരിയ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസ് ആണെന്ത്? ബാക്ടീരിയോഫേജസ്. അപ്പോൾ ബാക്ടീരിയോഫേജസിന് എന്തുണ്ട്? ദേ ഹാവ് ഹൈ കോപ്പി നമ്പർ. ദേ ഹാവ് ഹൈ കോപ്പി നമ്പർ വിത്തിൻ ദ ബാക്ടീരിയൽ സെൽ. ഇപ്പോൾ കൂടുതൽ കോപ്പി നമ്പർ ഉള്ള ഇതിനെ വെക്ടേഴ്സായിട്ട് ഉപയോഗിക്കുന്നതാവും നല്ലത്. കാരണം എന്താണ്? കൂടുതൽ കോപ്പീസ്, ഫോറിൻ ജീൻ്റെ കൂടുതൽ കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇപ്പോൾ ഹോസ്റ്റ് സെല്ലിനകത്ത് വെച്ചിട്ട് ഒരു ക്ലോണിംഗ് വെക്ടർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം, ആ ക്ലോണിംഗ് വെക്ടറിൽ നമ്മൾ ലിങ്ക് ചെയ്ത ഫോറിൻ DNA എന്ത് ചെയ്യുന്നു? ഇറ്റ്സ് ഓൾസോ മൾട്ടിപ്ലൈഡ് ഈക്വൽ ടു ദ കോപ്പി നമ്പർ ഓഫ് ദി വെക്ടർ. വെക്ടറിൻ്റെ കോപ്പി നമ്പറിന് ഈക്വലായിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ വെക്ടറിലേക്ക് ഇൻസേർട്ട് ചെയ്ത ഫോറിൻ DNAയുടെ കോപ്പീസും പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? ഹൈ കോപ്പി നമ്പറുള്ള വെക്ടറിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഫോറിൻ DNAയുടെയും ഒരുപാട് കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ നോക്കുന്നത് ഒരു ക്ലോണിംഗ് വെക്ടറിന് ഉണ്ടായിരിക്കേണ്ട ഫീച്ചേഴ്സാണ്. ഫീച്ചേഴ്സ് റിക്വയർഡ് ഫോർ ക്ലോണിംഗ് വെക്ടർ. അപ്പോൾ ക്ലോണിംഗ് വെക്ടറിന് 3 ഫീച്ചേഴ്സാണ് വേണ്ടത്. ഒരു ക്ലോണിംഗ് വെക്ടറിന് എന്തുണ്ടായിരിക്കണം? ഇറ്റ് മസ്റ്റ് ഹാവ് ആൻ ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ORI. ആൻഡ് ഇറ്റ് മസ്റ്റ് ഹാവ് സെലക്റ്റബിൾ മാർക്കർ അല്ലെങ്കിൽ സെലക്റ്റബിൾ മാർക്കേഴ്സ്. ആൻഡ് ഇറ്റ് മസ്റ്റ് ഹാവ് എ ക്ലോണിംഗ് സൈറ്റ്. അപ്പോൾ എന്തൊക്കെ വേണം? ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ORI വേണം, സെലക്റ്റബിൾ മാർക്കേഴ്സ് അല്ലെങ്കിൽ സെലക്റ്റബിൾ മാർക്കർ ഉണ്ടായിരിക്കണം, ക്ലോണിംഗ് സൈറ്റ് ഉണ്ടായിരിക്കണം എന്തിൽ? ഒരു വെക്ടറിന്. ഇനി എന്താണ് ORI അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ? ഇവിടെ നിങ്ങൾ ഡയഗ്രാം കാണുന്നുണ്ട് അല്ലേ? ഈ ക്ലോണിംഗ് വെക്ടറിൻ്റെ പേരാണ് PBR322. PBR322 ഇതെന്താണ്? ഒരു കോളി ക്ലോണിംഗ് വെക്ടറാണ്. PBR322 എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ക്ലോണിംഗ് വെക്ടറാണ്. ആർട്ടിഫിഷ്യൽ ക്ലോണിംഗ് വെക്ടർ, അതായത് കോളിയിലുള്ള
ഈ കൊളയിലുള്ള നാച്ചുറൽ പ്ലാസ്മിഡ് ആയിട്ടുള്ള കോൾ E1നെ മോഡിഫൈ ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്ത ക്ലോണിംഗ് വെക്റ്ററാണെന്ത് PBR322. അതായത് കോൾ E1 എന്ന് പറയുന്ന പ്ലാസ്മിഡിൽ എന്തില്ല, സെലക്റ്റബിൾ മാർക്കേഴ്സ് ഒന്നുമില്ല. അപ്പോൾ ആ സെലക്റ്റബിൾ മാർക്കേഴ്സൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് മോഡിഫൈ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ക്ലോണിംഗ് വെക്റ്ററാണെന്ത് PBR322. അപ്പോൾ എന്താണ് ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒറി എന്ന് പറഞ്ഞാൽ? ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ അല്ലേ, റിപ്ലിക്കേഷൻ്റെ ഒറിജിൻ അല്ലെങ്കിൽ റിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ജീൻ സീക്വൻസ് ആണെന്ത് ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ. റിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? DNA റിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? DNA അതിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സ് അല്ലേ, DNA റിപ്ലിക്കേഷൻ. അപ്പോൾ റിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ജീൻ സീക്വൻസിന് പറയുന്ന പേരാണെന്ത് ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒറി. അപ്പോൾ അതുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുള്ളൂ? DNA റിപ്ലിക്കേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന വെക്റ്ററിൽ എന്തുണ്ടായിരിക്കണം? ഒറി അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം. എങ്കിലേ എന്ത് നടക്കുള്ളൂ? ജീൻ ക്ലോണിങ് എന്നുള്ള പ്രോസസ്സ് നടക്കുള്ളൂ. അതായത് ജീനിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള പ്രോസസ്സ് നടക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെക്റ്ററിൽ ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒറി ഉണ്ടായിരിക്കണം. അപ്പോൾ വെക്റ്ററിലേക്ക് നമ്മൾ ഫോറിൻ ജീനെ ഇൻസേർട്ട് ചെയ്യുന്നു. വെക്റ്ററിനെ അത് എന്തായിട്ട് മാറും? റീകോമ്പിനൻ്റ് DNA ആയിട്ട് മാറും. ഈ റീകോമ്പിനൻ്റ് DNA ഹോസ്റ്റ് സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഹോസ്റ്റ് സെല്ലിനകത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? വെക്റ്റർ മൾട്ടിപ്ലൈ ചെയ്യുന്നതോടുകൂടി എന്ത് സംഭവിക്കും? ഫോറിൻ DNAയും അല്ലെങ്കിൽ ഫോറിൻ ജീനും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ വെക്റ്ററിനകത്ത് എന്ത് വേണം? ഒറി അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ വേണം. ഓക്കെ, ഇനി ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒറി എങ്ങനെയായിരിക്കണം? ഇറ്റ് മസ്റ്റ് സപ്പോർട്ട് ഹൈ കോപ്പി നമ്പർ. അപ്പോൾ ഹൈ കോപ്പി നമ്പർ സപ്പോർട്ട് ചെയ്യുന്ന ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷനുള്ള വെക്റ്റേഴ്സ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് ആവശ്യമുള്ള DNA ജീനിൻ്റെ ഒരുപാട് കോപ്പീസ് കിട്ടാൻ എന്ത് ചെയ്യണം? ഹൈ കോപ്പി നമ്പർ സപ്പോർട്ട് ചെയ്യുന്ന ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷനുള്ള വെക്റ്റേഴ്സ് ഉപയോഗിക്കുക. അടുത്ത ഫീച്ചർ എന്തായിരുന്നു? സെലക്റ്റബിൾ മാർക്കർ ഉണ്ടായിരിക്കണം ഒരു വെക്റ്ററിൽ. സെലക്റ്റബിൾ മാർക്കർ. ഇപ്പോൾ സെലക്റ്റബിൾ മാർക്കർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സെലക്റ്റബിൾ മാർക്കേഴ്സ് എന്ന് പറയുമ്പോൾ ദേ ആർ ജീൻസ് വിച്ച് ഹെൽപ്സ് ടു സെലക്ട് ട്രാൻസ്ഫോർമെൻറ്റ്സ് ആൻഡ് എലിമിനേറ്റ് നോൺ ട്രാൻസ്ഫോർമെൻറ്റ്സ്. അപ്പോൾ സെലക്റ്റബിൾ മാർക്കേഴ്സ് ആർ ജീൻസ് ദാറ്റ് ഹെൽപ്സ് ടു സെലക്ട് ട്രാൻസ്ഫോർമെൻറ്റ്സ് ആൻഡ് എലിമിനേറ്റ് നോൺ ട്രാൻസ്ഫോർമെൻറ്റ്സ്. എന്താണ് ട്രാൻസ്ഫോർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ? നമ്മളിവിടെ ചെയ്യുന്ന പ്രോസസ്സ് എന്താണ്? ഒരു ഫോറിൻ ജീനിനെ വെക്റ്റർ ഉപയോഗിച്ച് ഹോസ്റ്റ് സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഹോസ്റ്റ് സെല്ല് ബാക്ടീരിയയാണ് നോക്കുക. ഓക്കെ, അപ്പോൾ ആ ബാക്ടീരിയ ആ DNA നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത DNA ബാക്ടീരിയയെ ഹോസ്റ്റ് സെല്ല് അക്സെപ്റ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ ആ അക്സെപ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണെന്ത്? ട്രാൻസ്ഫോർമേഷൻ. അല്ലെങ്കിൽ ആ ജീനെ ബാക്ടീരിയൽ സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണെന്ത്? ട്രാൻസ്ഫോർമേഷൻ. So, if a piece of DNA is introduced in a host bacterium, it is called transformation. So, ആ ബാക്ടീരിയക്ക് പറയുമെന്ത്? ട്രാൻസ്ഫോർമെൻറ്റ്. ഇനി ആ ഹോസ്റ്റ് ബാക്ടീരിയ ഹോസ്റ്റ് ബാക്ടീരിയയിലേക്ക് DNA ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ബാക്ടീരിയ എന്താണ്? ഇറ്റ് ഈസ് നോൺ ട്രാൻസ്ഫോർമെൻറ്റ്. അപ്പോൾ ഫോറിൻ ജീനെ എടുത്ത ബാക്ടീരിയ ട്രാൻസ്ഫോർമെൻറ്റും എടുക്കാത്ത ബാക്ടീരിയ എന്താണ്? നോൺ ട്രാൻസ്ഫോർമെൻറ്റുമാണ്. ഓക്കെ, അപ്പോൾ സെലക്റ്റബിൾ മാർക്കേഴ്സ് ഉപയോഗിക്കുന്ന എന്താണ്? ട്രാൻസ്ഫോർമെൻസും നോൺ ട്രാൻസ്ഫോർമെൻസും ഉള്ള മിക്സ്ചറിൽ നിന്നും ട്രാൻസ്ഫോർമെൻസിനെ സെലക്ട് ചെയ്യാനും നോൺ ട്രാൻസ്ഫോർമെൻസിനെ എലിമിനേറ്റ് ചെയ്യാനുമാണ് എന്തുപയോഗിക്കുന്നത്? സെലക്റ്റബിൾ മാർക്കേഴ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളിവിടെ പറഞ്ഞ PBR322 എന്ന് പറയുന്ന വെക്റ്ററിൽ PBR322 എന്ന് പറയുമ്പോൾ ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് PBR322 ഒന്ന് പരിചയപ്പെടാം.
അപ്പോൾ ഇവിടെ PBR322 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഒറി നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ, ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സീക്വൻസ്. ദെൻ റോപ്പ് ഉണ്ട്, ROP. റോപ്പ് എന്ന് പറയുന്നത് ഒരു ജീനാണ്, ദാറ്റ് കോഡ്സ് ഫോർ എ പെർട്ടിക്കുലർ പ്രോട്ടീൻ. ഒരു പെർട്ടിക്കുലർ പ്രോട്ടീനെ കോഡ് ചെയ്യുന്ന ഒരു ജീനാണ് എന്ത്, റോപ്പ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ വരുന്ന ഒരു ജീനാണ് AMP⁻R, അതുപോലെ TET⁻R, പിങ്ക് കളറിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ AMP⁻R എന്ന് പറയുന്നത് ആംബിസിലിൻ റെസിസ്റ്റൻറ്റ് ജീനാണ്. TET⁻R എന്ന് പറയുന്നത് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീനാണ്. ആംബിസിലിൻ റെസിസ്റ്റൻറ്റ് ജീനും ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീനും. അപ്പോൾ ഇവിടെ ഈ PBR322 എന്ന് പറയുന്ന ക്ലോണിംഗ് വെക്റ്ററിൽ സെലക്റ്റബിൾ മാർക്കേഴ്സാണ് AMP⁻R TET⁻R. അതായത് ആംബിസിലിൻ റെസിസ്റ്റൻറ്റ് ജീനും ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീനും. അപ്പോൾ ആംബിസിലിൻ റെസിസ്റ്റൻറ്റ് ജീൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്യാരക്ടർ എന്തായിരിക്കും? ആംബിസിലിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക്കിനെതിരെ റെസിസ്റ്റൻസ് കൊടുക്കുന്ന ജീൻ. ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ടെട്രാസൈക്ലിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക്കിനെതിരെ റെസിസ്റ്റൻസ് കൊടുക്കുന്ന ജീനാണ് എന്ത്, TET⁻R എന്ന് പറയുന്നത്. അപ്പോൾ സെലക്റ്റബിൾ മാർക്കേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ നോർമലി ഉപയോഗിക്കുന്ന എന്താണ്, ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻസ്. ഇപ്പോൾ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ ആംബിസിലിൻ ആവാം, ക്ലോറാൻഫിനിക്കോൾ ആവാം, ടെട്രാസൈക്ലിൻ ആവാം, ഒക്കെ ആവാം. ഓക്കെ, അപ്പോൾ നോർമൽ കോളെ പ്ലാസ്മിഡിൽ എന്തുണ്ടാവില്ല, ഇങ്ങനെയുള്ള റെസിസ്റ്റൻറ്റ് ജീൻസ് ഉണ്ടാവില്ല. നമുക്കറിയാം PBR322 എന്ന് പറയുന്നത് എന്താണ്, നോർമൽ കോളെ ബാക്ടീരിയ പ്ലാസ്മിഡായിട്ടുള്ള കോൾ E1 മോഡിഫൈ ചെയ്തിട്ടുണ്ടാക്കിയതാണ് അല്ലേ. അതായത് കോൾ E1 TET⁻R എന്ന് പറയുന്ന ജീനും AMP⁻R എന്ന് പറയുന്ന ജീനും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാക്കിയതാണ് എന്ത്, PBR322 എന്ന് പറയുന്ന ക്ലോണിംഗ് വെക്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഫീച്ചറാണെന്ത്, ഒരു ക്ലോണിംഗ് വെക്റ്ററിൽ ക്ലോണിംഗ് സൈറ്റ് ഉണ്ടായിരിക്കണം. ക്ലോണിംഗ് സൈറ്റ്. അപ്പോൾ ക്ലോണിംഗ് സൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അതെന്തിനാണ് ക്ലോണിംഗ് സൈറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫോറിൻ DNA അല്ലെങ്കിൽ ഫോറിൻ ജീനെ ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു സൈറ്റ് എവിടെ ഉണ്ടായിരിക്കണം? വെക്റ്ററിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഫോറിൻ ജീനെ ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു സൈറ്റ് എന്ന് പറയുമ്പോൾ അതെന്താണ്? ഇറ്റ് ഈസ് ദ റെക്കഗ്നീഷൻ സൈറ്റ്സ് ഫോർ റെസ്ട്രിക്ഷൻ എൻസൈംസ്. അപ്പോൾ ക്ലോണിംഗ് സൈറ്റ് എന്ന് പറയുമ്പോൾ അതെന്തും കൂടെയാണ്? ഇറ്റ് ഈസ് ദ റെക്കഗ്നീഷൻ സൈറ്റ്സ് ഫോർ റെസ്ട്രിക്ഷൻ എൻസൈംസ്. അപ്പോൾ നോർമലി ഒരു ക്ലോണിംഗ് വെക്റ്ററിൽ ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിന് ഒരു റെക്കഗ്നീഷൻ സൈറ്റ് ഉള്ളതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ എന്താണ്, ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിന് ഒന്നിൽ കൂടുതൽ റെക്കഗ്നീഷൻ സൈറ്റ് ഉണ്ടെങ്കിൽ ആ ക്ലോണിംഗ് വെക്റ്ററിലേക്ക് നമ്മൾ ആ റെസ്ട്രിക്ഷൻ എൻസൈം അപ്ലൈ ചെയ്യുമ്പോൾ അത് ആ വെക്റ്ററിനെ ഒരുപാട് ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് മാറ്റും. സോ അതുവഴി എന്താവും, ജീൻ ക്ലോണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്താവും, ബുദ്ധിമുട്ടാവും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കൂ, PBR322 എന്ന് പറയുന്ന ക്ലോണിംഗ് വെക്റ്റർ, അതിൽ ഇപ്പോൾ TET⁻R എന്ന് പറയുന്ന ജീനിൽ BAMH1 SAL1 എന്ന് ലാബിൽ ചെയ്തിട്ടുണ്ട് അല്ലേ. അതുപോലെ HIND3CLA1 ECHO R1. അതുപോലെ AMP⁻R എന്ന് പറയുന്ന ജീനിൽ എന്തുണ്ട്, PVU1 PST1. റോപ്പ് എന്ന് പറയുന്ന ജീനിൽ എന്തുണ്ട്, PVU2. ഇതൊക്കെ എന്താണ്, SAL1, BAMH1, HIND3CLA1 ECHO R1 എന്നൊക്കെ പറയുന്നത് എന്താണ്, ദേ ആർ റെസ്ട്രിക്ഷൻ എൻസൈംസ്. അപ്പോൾ ഈ റെസ്ട്രിക്ഷൻ എൻസൈംസ് ജീനിൽ അവിടെ ലാബിൽ ചെയ്യാൻ കാരണം എന്താണ്? ആ റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ റെക്കഗ്നീഷൻ സൈറ്റ് എവിടെയാണ്? ഈ ലാബിൽ ചെയ്ത ഭാഗത്താണ് ആ റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ റെക്കഗ്നീഷൻ സൈറ്റ് ഇരിക്കുന്നത്. അപ്പോൾ BAMH1 SAL1 എന്ന് പറയുമ്പോൾ അതിൻ്റെ റെക്കഗ്നീഷൻ സൈറ്റ് ഉള്ളത് എവിടെയാണ്? TET⁻R എന്ന് പറയുന്ന ജീനിലാണ്. അതുപോലെ PVU1 PST1 എന്ന് പറയുന്ന രണ്ട് റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ റെക്കഗ്നീഷൻ സൈറ്റ് ഉള്ളത് എവിടെയാണ്? AMP⁻R എന്ന് പറയുന്ന ജീനിലാണ്. അതുപോലെ PVU2 എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ റെക്കഗ്നീഷൻ സൈറ്റ് ഉള്ളത് റോപ്പ് എന്ന് പറയുന്ന ജീനിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിന് ഒരു റെക്കഗ്നീഷൻ സൈറ്റാണ് ഉള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ ക്ലോണിംഗ് സൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് ഓൾസോ ദ റെക്കഗ്നീഷൻ സൈറ്റ് ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈംസ്. ഇനി എങ്ങനെയാണ്
സെലക്റ്റബിൾ മാർക്കേഴ്സിൻ്റെ ആക്ഷൻ. അതായത് സെലക്റ്റബിൾ മാർക്കേഴ്സ് എങ്ങനെയാണ് ട്രാൻസ്ഫോമൻസിനെയും നോൺ ട്രാൻസ്ഫോമൻസിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നത്. ഇവിടെ PBR 322 എടുത്താൽ നമുക്കറിയാം ഇവിടെയുള്ള സെലക്റ്റബിൾ മാർക്കേഴ്സ് എന്ന് പറയുന്നത് TET⁻⁴ഉം AMP⁻⁴ഉമാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഫോറിൻ DNA അല്ലെങ്കിൽ ഫോറിൻ ജീനിൻ്റെ ഇൻസേർഷൻ നടത്തുന്നത് ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീനിലേക്കാണ്, അല്ലെങ്കിൽ AMP⁻⁴ അല്ലെങ്കിൽ TET⁻⁴ ഓക്കെ. ഫോർ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഫോറിൻ DNA നമ്മൾ ലിഗേറ്റ് ചെയ്യുന്നത് BAMH1 സൈറ്റിലേക്കാണ്, BAMH1 സൈറ്റിലേക്ക്, അല്ലെങ്കിൽ BAMH1 റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റീകോംബിനൻ്റ് DNA ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, BAMH1 എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ചിട്ട് ഫോറിൻ ജീനെ അതിൻ്റെ DNAയിൽ നിന്നും ഐസൊലേറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി പിന്നെ ക്ലോണിംഗ് വെക്ടറിനെയും നമ്മൾ കട്ട് ചെയ്യേണ്ടത് എന്ത് ഉപയോഗിച്ചിട്ടാണ്, BAMH1 എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ചിട്ടാണ്. എങ്കിൽ മാത്രമേ എന്ത് ഫോം ചെയ്യുള്ളൂ, റീകോംബിനൻ്റ് DNA ഫോം ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ BAMH1 ഉപയോഗിച്ചിട്ട് ഫോറിൻ ജീനെയും കട്ട് ചെയ്തു, വെക്ടറിനെയും കട്ട് ചെയ്തു. ആ ഫോറിൻ ജീനെ ഈ വെക്ടറിലേക്ക് ലിഗേറ്റ് ചെയ്യുമ്പോഴാണ് ഈ വെക്ടർ എന്തായിട്ട് മാറുന്നത്, റീകോംബിനൻ്റ് DNA ആയിട്ട് മാറുന്നത്, അല്ലെങ്കിൽ റീകോംബിനൻ്റ് പ്ലാസ്മിഡായിട്ട് മാറുന്നത്. ഇനി ആ ലിഗേഷൻ നടന്നില്ലെങ്കിൽ, ഫോറിൻ ജീന് പ്ലാസ്മിഡിലേക്ക് ലിഗേറ്റ് ചെയ്തില്ല അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പ്ലാസ്മിഡ് എന്താണ്, നോൺ റീകോംബിനൻ്റ് പ്ലാസ്മിഡാണ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഇൻസേർഷൻ നടത്തുകയാണ്. ഇൻസേർഷൻ ഫോർ എക്സാമ്പിൾ TET⁻⁴ എന്ന് പറയുന്ന ജീനിലേക്കാണ് നമ്മൾ ഫോറിൻ ജീൻ ഇൻസേർട്ട് ചെയ്തത് അല്ലേ, കാരണം നമ്മൾ ഉപയോഗിച്ചിരുന്ന റെസ്ട്രിക്ഷൻ എൻസൈം ഏതായിരുന്നു, BAMH1 ആയിരുന്നു. BAMH1ൻ്റെ റെക്കഗ്നീഷൻ സൈറ്റുള്ളത് എവിടെയാണ്, TET⁻⁴ എന്ന് പറയുന്ന ജീനിനകത്താണ്. സോ ഇവിടെ നമ്മൾ ഫോറിൻ ജീനെ ഇൻസേർട്ട് ചെയ്യുന്നത് BAMH1 സൈറ്റിലേക്കാണ്, കാരണം ഫോറിൻ ജീനെയും വെക്ടറിനെയും നമ്മൾ കട്ട് ചെയ്തത് BAMH1 റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ചിട്ടായിരുന്നു. സോ BAMH1 സൈറ്റിലാണ് ഫോറിൻ DNA ലിഗേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ BAMH1 സൈറ്റ് ഇരിക്കുന്ന എവിടെയാണ്, TET⁻⁴ എന്ന് പറയുന്ന ജീനിൻ്റെ ഇടയിലാണ്. അപ്പോൾ TET⁻⁴ എന്ന് പറയുന്ന ജീനിൻ്റെ ഇടയിലേക്ക് ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്യപ്പെടും. സോ TET⁻⁴ എന്ന് പറയുന്ന ജീൻ എന്താവും, ഇനാക്റ്റീവ് ആകും. കാരണം അതിൻ്റെ ഇടയിലേക്ക് പുതിയൊരു ജീൻ ഇൻസേർട്ട് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്താണ്, അതിൻ്റെ ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളിൽ ചേഞ്ച് വരും. ആ ജീൻ എന്താവും, ഇനാക്റ്റീവ് ആവും. കാരണം അതിൻ്റെ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് എന്ന് പറയുമ്പോൾ ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ടാവും. ആ കണ്ടിന്യൂവേഷൻ എന്തായി, ബ്രേക്കായി ഡ്യൂ ടു ദ ഇൻസേർഷൻ ഓഫ് എ ഫോറിൻ ജീൻ. അപ്പോൾ ഇങ്ങനെ ഒരു ഫോറിൻ ജീൻ ഇൻസേർട്ട് ചെയ്തത് മൂലം ഒരു ജീൻ ഇനാക്ടിവേറ്റ് ആവുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ, ഇനാക്ടിവേഷൻ ഓഫ് എ ജീൻ ഡ്യൂ ടു ആൻ ഇൻസേർട്ട്, ദാറ്റ് ഈസ് കോൾഡ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. അപ്പോൾ ഇവിടെ ഇൻസേർട്ട് എന്ന് പറയുന്നത് എന്താണ്, ഫോറിൻ ജീനാണ്. ഏത് ജീനാണ് ഇനാക്റ്റീവ് ആയത്, ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ജീൻ. ഓക്കെ, അപ്പോൾ റീകോംബിനൻ്റ് പ്ലാസ്മിഡ് ആയിട്ടുണ്ടെങ്കിൽ ആ പ്ലാസ്മിഡിന് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവില്ല. എന്ത് റെസിസ്റ്റൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ആംബിസിലിൻ റെസിസ്റ്റൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം അവിടെ ആംബിസിലിൻ റെസിസ്റ്റൻറ്റ് ജീന് അവിടെ ഉണ്ട്, ഇതിനൊന്നും പറ്റിയിട്ടില്ല. ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീനാണ് ഇനാക്റ്റീവ് ആയത്. ഓക്കെ, ഇനി റീകോംബിനൻ്റ് പ്ലാസ്മിഡ് അല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും, ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസും ഉണ്ടാവും, ആംബിസിലിൻ റെസിസ്റ്റൻസും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ പ്ലാസ്മിഡ്സ് ഈക്കോളൈ സെല്ലിലേക്ക് അല്ലെങ്കിൽ ഹോസ്റ്റ് സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 3 ടൈപ്പ് സെൽസ് ഫോം ചെയ്യും. അതിലൊരു സെല്ലെന്ന് പറയുന്നത് നോൺ ട്രാൻസ്ഫോർമെൻറ്റ്, അതായത് പ്ലാസ്മിഡ് എടുക്കാത്ത നോൺ ട്രാൻസ്ഫോർമെൻറ്റ്. അതിനെന്താ ഉണ്ടാവില്ല, ദേ ആർ നോട്ട് റെസിസ്റ്റൻറ്റ് ടു ഐദർ ടെട്രാസൈക്ലിൻ ഓർ ആംബിസിലിൻ.
രണ്ടാമത്തത് ട്രാൻസ്ഫോമൻസ് വിത്ത് നോൺ റീകോമ്പിനൻറ്റ് പ്ലാസ്മിഡ്. അതായത് നോൺ റീകോമ്പിനൻറ്റ് പ്ലാസ്മിഡിനെ ആവും ആ ഹോസ്റ്റ് സെല്ല് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. സോ ദേ ആർ റെസിസ്റ്റൻറ്റ് ടു ബോത്ത് ടെട്രാസൈക്ലിൻ ആൻഡ് ആംബിസിലിൻ. മൂന്നാമത്തെ എന്താണ്? ട്രാൻസ്ഫോമൻസ് വിത്ത് റീകോമ്പിനൻറ്റ് പ്ലാസ്മിഡ്. അവരെന്താണ്? ദേ ആർ റെസിസ്റ്റൻറ്റ് ഓൺലി ടു ആംബിസിലിൻ. അതിൻ്റെ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് എന്നുള്ള ക്യാരക്ടർ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഡ്യൂ ടു ദ ഇൻസേർഷൻ ഓഫ് ഫോറിൻ ജീൻ. നമുക്കിതിൽ ഏത് സെല്ലാണ് വേണ്ടത്? ട്രാൻസ്ഫോമൻസ് വിത്ത് റീകോമ്പിനൻറ്റ് പ്ലാസ്മിഡ്. ഓക്കെ, അപ്പോൾ ഉണ്ടാകുന്ന 3 സെൽസ്, ഒന്ന് നോൺ ട്രാൻസ്ഫോമൻസ്, അതായത് പ്ലാസ്മിഡിനെ അക്സെപ്റ്റ് ചെയ്യാത്ത ഹോസ്റ്റ് സെല്ല്. രണ്ടാമത്തത് ട്രാൻസ്ഫോമൻസ് വിത്ത് നോൺ റീകോമ്പിനൻറ്റ് പ്ലാസ്മിഡ്. അവിടെ എന്ത് ചെയ്തു? ഹോസ്റ്റ് സെല്ല് പ്ലാസ്മിഡിനെ അക്സെപ്റ്റ് ചെയ്തു, പക്ഷേ ആ പ്ലാസ്മിഡ് എന്തല്ല? റീകോമ്പിനൻറ്റ് പ്ലാസ്മിഡ് അല്ല, അതായത് അതിലേക്ക് ഫോറിൻ ജീൻ ഇൻസേർട്ട് ആയിട്ടില്ല. മൂന്നാമത്തെ എന്താണ്? ട്രാൻസ്ഫോമൻസ് വിത്ത് റീകോമ്പിനൻറ്റ് പ്ലാസ്മിഡ്, അതായത് ദേ ആർ റെസിസ്റ്റൻറ്റ് ഓൺലി ടു ആംബിസിലിൻ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഈ മിക്സ്ചറിൽ നിന്നും വി ഹാവ് ടു ഐഡൻറ്റിഫൈ ട്രാൻസ്ഫോമൻസ് വിത്ത് റീകോമ്പിനൻറ്റ് പ്ലാസ്മിഡ്. അപ്പം നമ്മൾ ചെയ്യുന്നത്, ഈ 3 സെൽസ് ഉള്ള മിക്സ്ചറിനെ നമ്മൾ 2 മീഡിയത്തിലും വളർത്തും. ആംബിസിലിനുള്ള മീഡിയത്തിലും അതുപോലെ ടെട്രാസൈക്ലിനുള്ള മീഡിയത്തിലും. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോമൻസും റീകോമ്പിനൻറ്റ് DNA ഉള്ള ട്രാൻസ്ഫോമൻസും റീകോമ്പിനൻറ്റ് DNA ഇല്ലാത്ത ട്രാൻസ്ഫോമൻസും ആംബിസിലിനുള്ള മീഡിയത്തിൽ എന്ത് ചെയ്യും? വളരും. പക്ഷേ റീകോമ്പിനൻറ്റ് DNA ഉള്ള ട്രാൻസ്ഫോമൻസ് എന്തേ ചെയ്യുള്ളൂ? ആംബിസിലിനുള്ള മീഡിയത്തിൽ മാത്രമേ വളരുള്ളൂ, ടെട്രാസൈക്ലിനുള്ള മീഡിയത്തിൽ വളരില്ല. ഓക്കെ, ഇനി റീകോമ്പിനൻറ്റ് പ്ലാസ്മിഡ് ഇല്ലാത്ത ട്രാൻസ്ഫോമൻസ് എന്ത് ചെയ്യും? അവ ആംബിസിലിനുള്ള മീഡിയത്തിലും വളരും, ടെട്രാസൈക്ലിനുള്ള മീഡിയത്തിലും വളരും. നമുക്ക് സെൽസ് നോക്കാം. ഈ നോൺ ട്രാൻസ്ഫോമൻസ് എന്ന് പറയുമ്പോൾ പ്ലാസ്മിഡ് ഇല്ലാത്തത് അതെന്ത് ചെയ്യില്ല? 2 മീഡിയത്തിലും വളരില്ല, കാരണം അതിന് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസും ഇല്ല, ആംബിസിലിൻ റെസിസ്റ്റൻസും ഇല്ല. രണ്ടാമത്തത് ട്രാൻസ്ഫോമൻസ് വിത്ത് നോൺ റീകോമ്പിനൻറ്റ് പ്ലാസ്മിഡ്. അവരെന്താണ്? രണ്ടാമത്തെ ഈക്കോളി സെൽസ് എന്താണ്? ദേ ആർ റെസിസ്റ്റൻറ്റ് ടു ബോത്ത് ടെട്രാസൈക്ലിൻ ആൻഡ് ആംബിസിലിൻ. അങ്ങനെയുള്ള സെൽസ് എന്ത് ചെയ്യും? ടെട്രാസൈക്ലിനുള്ള മീഡിയത്തിലും വളരും, ആംബിസിലിനുള്ള മീഡിയത്തിലും വളരും. മൂന്നാമത്തത് ട്രാൻസ്ഫോമൻസ് വിത്ത് റീകോമ്പിനൻറ്റ് പ്ലാസ്മിഡ് എന്ന് പറയുമ്പോൾ അവരേത് മീഡിയത്തിൽ മാത്രമേ വളരുള്ളൂ? ആംബിസിലിൻ ഉള്ള മീഡിയത്തിൽ മാത്രമേ ഗ്രോ ചെയ്യുള്ളൂ, ടെട്രാസൈക്ലിൻ ഉള്ള മീഡിയത്തിൽ ഗ്രോ ചെയ്യില്ല. കാരണം അവിടെ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഡ്യൂ ടു ദ ഇൻസേർഷൻ ഓഫ് ഫോറിൻ ജീൻ. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻസ് ട്രാൻസ്ഫോമൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഐഡൻറ്റിഫിക്കേഷൻ നടത്തുന്നത് നേരിട്ട് നമുക്ക് ബാക്ടീരിയൽ കൾച്ചറിലേക്ക് ടെട്രാസൈക്ലിനും ആംബിസിലിനും ഒഴിക്കാൻ പറ്റില്ല. ഇവിടെ എന്ത് ഫോം ചെയ്തിട്ടാണ്? റിപ്ലിക്ക പ്ലേറ്റ് ഫോം ചെയ്തിട്ടാണ്. റിപ്ലിക്ക പ്ലേറ്റ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇപ്പോൾ ഈ റിപ്ലിക്ക പ്ലേറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഈ ബാക്ടീരിയ പെട്രി ഡിഷിലാണ് ബാക്ടീരിയൽ കൾച്ചർ ഉണ്ടാവുക അല്ലേ, അതിൻ്റെ മുകളിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ഫിൽറ്റർ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ഈ ബാക്ടീരിയൽ സെൽസിനെ ഒപ്പിയെടുക്കും. എന്നിട്ട് ആ റിപ്ലിക്ക പ്ലേറ്റിലേക്കാണ് എന്ത് ആഡ് ചെയ്യുന്നത്? ടെട്രാസൈക്ലിൻ ആഡ് ചെയ്യുന്നത്. റിപ്ലിക്ക പ്ലേറ്റിലേക്ക് ടെട്രാസൈക്ലിൻ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കൂ, റീകോമ്പിനൻസ് അതിൽ ഗ്രോ ചെയ്യില്ല, നോൺ റീകോമ്പിനൻസ് ഗ്രോ ചെയ്യും. അപ്പോൾ മാസ്റ്റർ പ്ലേറ്റ് നോക്കിയിട്ടാണ് ഏത് കോളനിയാണ് ഇതിൽ ഏത് കോളനിയാണ് റീകോമ്പിനൻറ്റ് കോളനി എന്നും ഏതാണ് നോൺ റീകോമ്പിനൻറ്റ് കോളനി എന്നും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇനി ഇങ്ങനെ 2 ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീനൊക്കെ ഉപയോഗിച്ചിട്ട് ട്രാൻസ്ഫോമൻസിനെയും നോൺ ട്രാൻസ്ഫോമൻസിനെയും ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഡിഫിക്കൽട്ട് പ്രൊസീജിയറാണ്. സോ ഒരു ഓൾട്ടർനേറ്റീവ് സെലക്റ്റബിൾ മാർക്കർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദിയർ എബിലിറ്റി ടു പ്രൊഡ്യൂസ് കളർ ഇൻ ദ പ്രസൻസ് ഓഫ് എ ക്രോമോജനിക് സബ്സ്ട്രേറ്റ്. ഒരു ക്രോമോജനിക് സബ്സ്ട്രേറ്റിൽ ഗ്രോ ചെയ്യിക്കുമ്പോൾ കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നതിൻ്റെ ബേസിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫോമൻസിനെയും നോൺ ട്രാൻസ്ഫോമൻസിനെയും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഫോറിൻ
ജീനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് into the coding sequence of an enzyme beta galactosidase. അപ്പോൾ ഇവിടെ ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ ഇടയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്യുന്നത്. സോ അവിടെ എന്ത് സംഭവിക്കുന്നു? ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന ജീൻ എന്താവും? ഇനാക്റ്റീവ് ആകും. ഓക്കെ, അങ്ങനെ ബീറ്റ ഗാലക്ടോസിഡേസ് ഇനാക്റ്റീവായിട്ടുള്ള കോളനീസ് എന്ത് ചെയ്യുന്നു? ദേ ഡു നോട്ട് പ്രൊഡ്യൂസ് കളർ. അപ്പോൾ ബീറ്റ ഗാലക്ടോസിഡേസ് ഇനാക്റ്റീവ് ആകുന്നത് എന്തുകൊണ്ടാണ്? അവിടെ റീകോംബിനൻ്റ് DNA ഫോം ചെയ്തത് കൊണ്ടാണ്, അത് ട്രാൻസ്ഫോമൻ്റ് ആയതുകൊണ്ടാണ് അല്ലേ? സോ കളർ പ്രൊഡ്യൂസ് ചെയ്യാത്തത് എന്താണ്? കളർ പ്രൊഡ്യൂസ് ചെയ്യാത്ത കോളനീസ് റീകോംബിനൻ്റ് കോളനീസും, കളർ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതായത് ബ്ലൂ കളർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോളനീസ് എന്താണ്? നോൺ റീകോംബിനൻസുമാണ്. ഓക്കെ, അപ്പോൾ മറ്റുള്ളതിനെ അപേക്ഷിച്ച് ഈസിയർ ആയിട്ടുള്ള മെത്തേഡാണെന്ത്? ഈ കളർ പ്രൊഡക്ഷൻ വഴി റീകോംബിനൻസിനെയും അല്ലെങ്കിൽ ട്രാൻസ്ഫോമൻസിനെയും നോൺ റീകോംബിനൻസിനെ അല്ലെങ്കിൽ നോൺ ട്രാൻസ്ഫോമൻസിനെയും ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്. ഇങ്ങനെ രണ്ട് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീനൊക്കെ ഉപയോഗിച്ചിട്ട് ട്രാൻസ്ഫോമൻസിനെയും നോൺ ട്രാൻസ്ഫോമൻസിനെയും ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഡിഫിക്കൽട്ട് പ്രൊസീജിയറാണ്. സോ ഒരു ഓൾട്ടർനേറ്റീവ് സെലക്റ്റബിൾ മാർക്കർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദെയർ എബിലിറ്റി ടു പ്രൊഡ്യൂസ് കളർ ഇൻ ദ പ്രസൻസ് ഓഫ് എ ക്രോമോജനിക് സബ്സ്ട്രേറ്റ്. ഒരു ക്രോമോജനിക് സബ്സ്ട്രേറ്റിൽ ഗ്രോ ചെയ്യിക്കുമ്പോൾ കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നതിൻ്റെ ബേസിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫോമൻസിനെയും നോൺ ട്രാൻസ്ഫോമൻസിനെയും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഫോറിൻ ജീനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് into the coding sequence of an enzyme beta galactosidase. അപ്പോൾ ഇവിടെ ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ ഇടയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്യുന്നത്. സോ അവിടെ എന്ത് സംഭവിക്കുന്നു? ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന ജീൻ എന്താവും? ഇനാക്റ്റീവ് ആകും. ഓക്കെ, അങ്ങനെ ബീറ്റ ഗാലക്ടോസിഡേസ് ഇനാക്റ്റീവായിട്ടുള്ള കോളനീസ് എന്ത് ചെയ്യുന്നു? ദേ ഡു നോട്ട് പ്രൊഡ്യൂസ് കളർ. അപ്പോൾ ബീറ്റ ഗാലക്ടോസിഡേസ് ഇനാക്റ്റീവ് ആകുന്നത് എന്തുകൊണ്ടാണ്? അവിടെ റീകോംബിനൻ്റ് DNA ഫോം ചെയ്തത് കൊണ്ടാണ്, അത് ട്രാൻസ്ഫോമൻ്റ് ആയതുകൊണ്ടാണ് അല്ലേ? സോ കളർ പ്രൊഡ്യൂസ് ചെയ്യാത്തത് എന്താണ്? കളർ പ്രൊഡ്യൂസ് ചെയ്യാത്ത കോളനീസ് റീകോംബിനൻ്റ് കോളനീസും, കളർ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതായത് ബ്ലൂ കളർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോളനീസ് എന്താണ്? നോൺ റീകോംബിനൻസുമാണ്. ഓക്കെ, അപ്പോൾ മറ്റുള്ളതിനെ അപേക്ഷിച്ച് ഈസിയർ ആയിട്ടുള്ള മെത്തേഡാണെന്ത്? ഈ കളർ പ്രൊഡക്ഷൻ വഴി റീകോംബിനൻസിനെയും അല്ലെങ്കിൽ ട്രാൻസ്ഫോമൻസിനെയും നോൺ റീകോംബിനൻസിനെ അല്ലെങ്കിൽ നോൺ ട്രാൻസ്ഫോമൻസിനെയും ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്. ഇനി പ്ലാന്റ്സിലേക്കും ആനിമൽസിലേക്കും ജീൻ ട്രാൻസ്ഫറിന് ഉപയോഗിക്കുന്ന ചില വെക്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചില പാത്തോജൻസിൻ്റെ ജനറ്റിക് ടൂൾസ് അവ എന്ത് ചെയ്യുന്നു? യൂസ്ഫുൾ വെക്റ്റേഴ്സായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നു. എന്തിന്? ഫോർ ഡെലിവറിങ് ജീൻസ് ടു പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പാത്തോജൻസിൻ്റെ ജനറ്റിക് ടൂൾസ് അതിൻ്റെ പാത്തോജനിസിറ്റി ഒക്കെ നഷ്ടപ്പെടുത്തിയിട്ട് അതിനെ യൂസ്ഫുൾ വെക്റ്റേഴ്സായിട്ട് പ്ലാന്റ്സിലേക്കും ആനിമൽസിലേക്കും ജീൻ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെ ചില എക്സാമ്പിൾസാണ് അഗ്രോബാക്ടീരിയം ടൂമിഫേഷ്യൻസ്. ഇതൊരു ബാക്ടീരിയയാണ്, പ്ലാന്റ് പാത്തോജനാണ്. പ്ലാന്റ് പാത്തോജൻ ഇത് ഡൈക്കോട്ട് പ്ലാന്റ്സിൽ ക്രൗൺ ഗോൾ ഡിസീസിന് കാരണമായിട്ടുള്ളൊരു പാത്തോജനാണ്. രണ്ടാമതെന്ന് പറയുന്നത് റിട്രോ വൈറസസ്. ആനിമൽസിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നൊരു വൈറസാണിത്, റിട്രോ വൈറസസ്. ഇതിന് രണ്ടിനെയാണ് എന്തിനുപയോഗിക്കുന്നത്? വെക്റ്റേഴ്സായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അഗ്രോബാക്ടീരിയം ടൂമിഫേഷ്യൻസ് എന്ന് പറയുമ്പോൾ ബാക്ടീരിയ ആണല്ലോ, അതിലൊരു പ്ലാസ്മിഡ് ഉണ്ട്, TI പ്ലാസ്മിഡ്. ഇവിടെ ഡയഗ്രത്തിൽ കാണുന്നുണ്ട്. ആ TI പ്ലാസ്മിഡിൽ എന്തുണ്ട്? ഇറ്റ് ഹാസ് tDNA.
അപ്പോൾ എഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് പ്ലാന്റ്സിനെ ഇൻഫെക്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ tDNA പ്ലാന്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആ tDNA എന്ത് ചെയ്യുന്നു? നോർമൽ പ്ലാന്റ് സെൽസിനെ ക്യാൻസറസ് സെൽസ് ആക്കിയിട്ട് മാറ്റും. എന്നിട്ട് ആ ക്യാൻസറസ് സെൽസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഈ പാത്തോജൻ ആവശ്യമായിട്ടുള്ള കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും. സോ ഈ കപ്പാസിറ്റിയാണ്, ആ tDNA ട്രാൻസ്ഫർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് TI പ്ലാസ്മിഡ്. ആ കപ്പാസിറ്റിയാണ് നമ്മൾ എന്തിൽ ഉപയോഗിക്കുന്നത്? ക്ലോണിങ് വെക്ടറായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മോഡിഫൈ ചെയ്യുന്നു. അതിൻ്റെ പാത്തോജനിക് ക്യാരക്ടറൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് അതിനെ മോഡിഫൈ ചെയ്തിട്ട് അതിനൊരു ക്ലോണിങ് വെക്ടറായിട്ട് ഉപയോഗിക്കുന്നു. എന്തിനു വേണ്ടി? ഫോർ ട്രാൻസ്ഫറിങ് ജീൻസ് ഇൻ ടു പ്ലാന്റ്സിലേക്ക് ജീൻ ട്രാൻസ്ഫർ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വെക്ടറായിട്ട് അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസിൻ്റെ TI പ്ലാസ്മിഡിനെ ഉപയോഗിക്കുന്നു. ഇനിയുള്ളത് റിട്രോ വൈറസസ് ആണ്. റിട്രോ വൈറസസിൻ്റെയും ആക്ടിവിറ്റി ഇതുപോലെ തന്നെയാണ്. ആനിമൽസിലുള്ള നോർമൽ സെൽസിനെ എന്താക്കി മാറ്റും? ക്യാൻസറസ് സെൽസ് ആക്കിയിട്ട് മാറ്റും. ഇതിൻ്റെയും പാത്തോജനിസിറ്റി നഷ്ടപ്പെടുത്തിയിട്ട് അതിനെയും ഒരു വെക്ടറായിട്ട് ജീൻ ട്രാൻസ്ഫറിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതായത് ഡിസൈറബിൾ ജീൻസിനെ ആനിമൽ സെൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഓക്കെ സ്റ്റുഡൻസ്, നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്ലോണിങ് വെക്ടേഴ്സിനെ കുറിച്ചിട്ടായിരുന്നു. എന്താണ് ക്ലോണിങ് വെക്ടേഴ്സ് എന്നും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്ലോണിങ് വെക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതും അതുപോലെ ഒരു ക്ലോണിങ് വെക്ടറിന് ഉണ്ടായിരിക്കേണ്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതും നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തു. ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്ലാന്റ്സിലും ആനിമൽസിലും ജീൻ ട്രാൻസ്ഫറിന് ഉപയോഗിക്കുന്ന ക്ലോണിങ് വെക്ടേഴ്സിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു.